മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതം കൂടി കാണുവാനായിട്ട് ഭാഗ്യം ലഭിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് നമ്മുടെ കണ്ണുകൾ തുറന്നു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും. മനോഹരമായ ഈ പ്രപഞ്ചം, അതിലെ ജീവജാലങ്ങൾ, അതിൻ്റെ ശബ്ദങ്ങൾ, സൗന്ദര്യങ്ങൾ, ഇതെല്ലാം ഒരുക്കി ദൈവം നമ്മെ ഈ പ്രഭാതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിന്, വലിയ കരുതലിന് ദൈവത്തോട് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായ വിധത്തിൽ അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും പ്രത്യേകമായിട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിലും കുടുംബങ്ങളിലുമൊക്കെയുള്ള മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ദുശീലങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ട മക്കളെ പ്രത്യേകമായ വിധത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദുശീലം മൂലം അവരുടെ ജീവിതം താറുമാറായി, അതോടൊപ്പം തന്നെ അവരുടെ ആ അവസ്ഥയിൽ വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഉറ്റവരെയും പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദുശീലങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ, അവർക്ക് വിടുതൽ നൽകണമേ എന്ന് അവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രത്യേകമായ വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. കർത്താവിൻ്റെ വചനം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമുക്ക് ഏറ്റവും അനുയോജ്യമായ വചനം ഈ പ്രഭാതത്തിൽ, ഈ ദിവസത്തിൽ നമുക്ക് വേണ്ടുന്ന വചനം നൽകി നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതും മനുഷ്യൻ്റെ മജ്ജയിലും അസ്ഥിയിലുമൊക്കെ തുളച്ചു കയറി മാറ്റങ്ങൾ വരുത്തുന്നതിന് ശക്തിയുമുള്ളതുമാണ്. പലരെയും വിശുദ്ധരാക്കി തീർത്തത് ദൈവത്തിൻ്റെ വചനം അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോഴാണ്. ശക്തമായ വചനം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട്, അഭിഷേകത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധാത്മാഭിഷേകത്താൽ നമ്മെല്ലാവരെയും പൂരിതമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനം ശ്രവിക്കാനായിട്ട് ഒരുങ്ങാം. ഇന്നേ ദിവസം നമുക്ക് ഐസിയ പ്രവാചകൻ്റെ പ്രവചനം 30-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇതിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും
ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലെ പോവുക. പ്രിയ സഹോദരി സഹോദരന്മാരെ, എ ഗൈഡ് ടു ദ പാരബിൾസ് ഓഫ് ജീസസ് എന്ന ഗ്രന്ഥം എഴുതിയത് എസ് സ്ട്രാറ്റൺ എന്ന എഴുത്തുകാരനാണ്. 1953 അദ്ദേഹം ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ അദ്ദേഹം തനിക്കുണ്ടായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. സംഭവം ഇതാണ്: അദ്ദേഹം ഒരിക്കൽ മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര ചെയ്തപ്പോൾ പോകുന്ന വഴിക്ക് ഒരു കപ്പൽ കാണാനായിട്ട് ഇടയായി. ഈജിപ്ഷ്യൻ പതാക വഹിച്ച ആ കപ്പൽ കടലിൽ വഴി തെറ്റി നടക്കുന്ന ഒരു കപ്പലായിരുന്നു. അതിനെ സൂചിപ്പിക്കുന്ന ഒരു അടയാളവും ആ കപ്പലിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കപ്പൽ വഴിതെറ്റിപ്പോകാൻ കാരണം അതിലെ ക്രോണോമീറ്റർ ശരിയായ വിധത്തിൽ പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ക്രോണോമീറ്റർ ശരിയായ വിധത്തിൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന് അതിൻ്റെ ക്യാപ്റ്റന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ആ കപ്പലിലെ ജോലിക്കാർക്ക് ഒത്തിരി പണിപ്പെടേണ്ടി വന്നു. അന്ന് ഈ GPS സിസ്റ്റമൊന്നും ഇന്നത്തേതുപോലെ ഇല്ലായിരുന്നതുകൊണ്ട് ക്രോണോമീറ്റർ കേടായിപ്പോയാൽ ശരിയായ ദിശയിലേക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കുക ഇല്ലായിരുന്നു. രേഖാംശവും അക്ഷാംശവും അറിയാതെ അലഞ്ഞിരുന്ന ഒരു ബോട്ടായിരുന്നു അത്. രേഖാംശം എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഒരു പ്രദേശം ഭൂമധ്യരേഖയ്ക്ക് തെക്കാണോ വടക്കാണോ എന്ന് സൂചിപ്പിക്കുന്നതുമായിരുന്നു. ഇവ രണ്ടും അറിഞ്ഞിരുന്നാൽ മാത്രമേ ഉള്ളൂ ശരിയായ ദിശയിൽ കപ്പലിന് മുന്നോട്ട് പോകുന്നതിനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ ഈ കപ്പലിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 12 വയസ്സുള്ള ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, വഴി തെറ്റാൻ വളരെ എളുപ്പമുള്ള വലിയ ഒരു സമുദ്രമാണ് ഇത് എന്നും. പ്രിയപ്പെട്ടവരുടെ, ജീവിതം എന്നത് വലിയ ഒരു സമുദ്രമാണ്. അവിടെ വഴിതെറ്റിപ്പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് മിക്കപ്പോഴും സംഭവിക്കുന്നതാകട്ടെ നമ്മുടെ ആധ്യാത്മികവും ധാർമ്മികവും വൈകാരികവുമായ രംഗങ്ങളിലുമൊക്കെയാണ്. അവിടെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ വന്നാൽ നമ്മുടെ ജീവിതം ദിശയറിയാതെ മുന്നോട്ട് പോകുന്ന കപ്പലുകൾ പോലെയായിരിക്കും. നാം എടുക്കുന്ന തീരുമാനങ്ങൾ ധാർമ്മികമായിട്ടും വൈകാരികമായിട്ടും ഒന്നും സത്യസന്ധമായിട്ടും ഒന്നും ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ ആയിരിക്കണം എന്നുമില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ മാറിപ്പോയിട്ടുണ്ടോ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സാധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലേ ഉള്ളൂ വീണ്ടും ശരിയായ ദിശയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരുന്നതിനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ടർക്കിഷ് കപ്പൽ ഈജിപ്ഷ്യൻ കപ്പൽ വഴിയറിയാതെ അതിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ, അലഞ്ഞു തിരിഞ്ഞപ്പോൾ അതിനെ സഹായിക്കാനായിട്ടൊരു മറ്റൊരു കപ്പൽ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ കപ്പൽ ഏതാണ് എന്ന് ചോദിച്ചാൽ പരമകാരുണികനായ ദൈവം അയച്ച ഒരു കപ്പലായിട്ട് നമുക്കതിനെ കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും വഴിതെറ്റി എന്ന സാഹചര്യങ്ങൾ, സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവം വഴികാട്ടിയായിട്ട് നമ്മുടെ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഐസയാസ് പ്രവാചകനിൽ പറയുന്നത്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലെ പോവുക എന്ന്. ദൈവത്തിൻ്റെ സ്വരം കേട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ശരിയായ ദിശയിലൂടെ സഞ്ചരിക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരും. ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചാൽ നമുക്കൊരിക്കലും വഴിതെറ്റുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളുമൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നീ ഏത് അവസ്ഥയിൽ നിന്ന് അധപ്പതിച്ചു എന്ന് ചിന്തിക്കുക, അതനുസരിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക എന്ന്. നാം
പശ്ചാത്തപിച്ച് ദൈവം കാണിച്ചു തരുന്ന വഴിയിലേക്ക് തിരിയണമെന്ന് സാരം. ദൈവത്തോടൊപ്പമായിരിക്കാൻ അവിടുന്ന് കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ശരിയായ വഴി, ശരിയായ മാർഗം മനുഷ്യർക്ക് കാണിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയായിട്ട്. നാം നമ്മുടെ ജീവിതത്തിൽ വഴിതെറ്റി അലഞ്ഞു തിരിയാൻ ഇടയായാൽ നമ്മെ തേടി പിന്നാലെ വരുന്നവനാണ് ദൈവം എന്നാണ് കാണാതായ ആടിൻ്റെയും നാണയത്തിൻ്റെയും ഒക്കെ ഉപമയിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വഴിതെറ്റിപ്പോയി തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ ഔദാര്യത്തോടെ സ്വീകരിക്കാനിരിക്കുന്നവനാണ് ദൈവമെന്നാണ് ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെയും ഈശോ നമുക്ക് വരച്ചു തരുന്നത്. നമ്മെ തകർക്കാൻ പോരുന്ന വിധത്തിലുള്ള തിരമാലകൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ മാർഗഭ്രഷ്ടം നമുക്ക് സംഭവിക്കാതിരിക്കാനായിട്ട് ഒരു ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റവും ദൈവം തന്നിട്ടുണ്ട്. അതാണ് ദൈവത്തിൻ്റെ വചനം. മാർഗഭ്രംശം സംഭവിക്കുമ്പോൾ, വഴിതെറ്റുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങിയാൽ ഒരിക്കലും വഴിതെറ്റി നമുക്ക് പോവുകയില്ല. ദാവീദ് രാജാവ് 119-ാം സങ്കീർത്തനം 105 ഇങ്ങനെ എഴുതുകയുണ്ടായി: കർത്താവേ, അവിടുത്തെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ് എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാകുന്ന ആ പ്രകാശവും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചാൽ നമുക്ക് വഴിതെറ്റിപ്പോവുകയില്ല എന്നാണ് സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് തെളിച്ചു തരുന്ന വഴിയിലൂടെ നമുക്ക് പോകാനായിട്ട് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ നമുക്ക് ശ്രവിക്കാനായിട്ട് സാധിച്ചാൽ ദിശ തെറ്റാതെയും ദിശ അറിയാതെയും മുന്നോട്ട് പോകുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. എന്നും വചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം കേട്ടുകൊണ്ട് പോകുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ പരിശ്രമിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യൗസേപ്പ് കാവലായിട്ട്, സംരക്ഷകനായിട്ട് നമുക്കെപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥര് നമ്മെ കാത്തു പരിപാലിക്കട്ടെ. കാവൽ മാലാഖമാര് കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമ്മെ കാത്ത് പരിപാലിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ധ്യാന കേന്ദ്രത്തിനും ഈ ചാനലിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കാരണം ഈ ചാനലിലൂടെയും ഈ ധ്യാന കേന്ദ്രത്തിലൂടെയും ദൈവത്തിൻ്റെ വചനം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതിന് വേണ്ടി സാധിക്കുന്ന നിങ്ങളെല്ലാവരും ഒരു കൊന്തയെങ്കിലും മരിയൻ കൂടാരങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈ ചാനലിന് വേണ്ടിയും ഈ ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയും സമർപ്പിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.
മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറുംഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന നറുംഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം, അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം. അവിടുത്തെ നിശബ്ദമാം സ്നേഹമല്ലോ, എളിമതൻ അതിസൗമ്യഭാവമല്ലോ. മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി, പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി. അവിടുന്നിൽ ദൈവസ്വരം കേട്ടറിഞ്ഞു, എളിമയോടവയെല്ലാം അനുസരിച്ചു. മുന്തിരിവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്?
നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നാറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? 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 കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. നമ്മുടെ ശിരസ്സുകൾ നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ പ്രഭാത വിരുന്നിൽ എന്നോടൊപ്പം പങ്കുചേർന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല പ്രഭാതവും അനുഗ്രഹപ്രദമായ ദിവസവും സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.